ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിനയം ചോദിക്കുക കേട്ടോ പ്രതിഭയുടെ അടുക്കെ, ഇത് വല്ലതും നടക്കൂ, ആ മല്ലികയും ചിത്തിരിയും തട്ടാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇപ്രാവശ്യം നടക്കുമടാ, എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല. എല്ലാ പ്രാവശ്യം സാമർത്ഥ്യമുള്ളവരൊക്കെ തന്നെയാണ് വന്നിരുന്നത്, പക്ഷേ അവർക്കൊന്നും ബുദ്ധിയില്ലായിരുന്നു. ഇയാൾക്ക് നല്ല ബുദ്ധിയാണെന്ന് പറയാം കേട്ടോ പ്രതിഭ ചെയ്യുന്നു. പിന്നെ ബുദ്ധി ഇതുപോലെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനുള്ള തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നടക്കത്തില്ല എൻ്റെ പൊന്നമ്മേ, ചുമ്മാ നമ്മളിങ്ങനെ പറയാമെന്നേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അല്ല വിനയ, ഇപ്രാവശ്യം നടക്കും തന്നെ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ വിനയം പുച്ഛിക്കുക കേട്ടോ ചെയ്യുന്നത്. നടന്നത് തന്നെ. അല്ല, ഇപ്രാവശ്യം നായിക ഇതിൻ്റെ നേതൃത്വം നടക്കുന്നതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇപ്രാവശ്യം അയാൾ തന്നെയാണോ? എന്നാൽ പിന്നെ നടന്നത് തന്നെ. എല്ലാം കഴിയുമ്പോഴേ അയാൾ ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കും, അത്രേ ചെയ്യത്തുള്ളൂ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാത്തിനും കാരണക്കാരൻ നീ തന്നെയല്ലേ, നീയാണല്ലോ എല്ലാം വരുത്തി വെച്ചത്. നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, വല്ലതും നടന്നോ? ഇല്ല, നീ ജയിലിൽ പോയത് തന്നെ മിച്ചമെന്ന് പറയും. അമ്മ വെറുതെ എന്നെ കുറ്റം പറയരുത് കേട്ടല്ലോ എന്ന് പറയട്ടോ ചെന്ന്. ഇപ്രാവശ്യം ഈ കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാനൊരു 10 പവൻ്റെ സ്വർണ്ണമാല വാങ്ങിത്തരുമെന്ന് വിനയൻ വാക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന പ്രതിഭ പറഞ്ഞു, എന്തായാലും നീ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു 25 പവൻ്റെ എങ്കിലും ഒരു മാല വാങ്ങിത്താ വിനയാ, ഇച്ചിരി പവൻ കൂട്ടിപ്പിടിച്ചാൽ എന്താണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ശരി, പൈസ ഇത്തിരി കൂടുതലാണ്, എൻ്റെ കയ്യിൽ ഇല്ലാതാനും, എന്നാലും കുഴപ്പമില്ല, ഞാൻ 25 പവൻ്റെ ഒരു മാല ഞാൻ അമ്മയ്ക്ക് വാങ്ങിത്തരും. ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മല്ലികയും ചിത്തിരയും വകവരുത്താൻ നമ്മൾ എത്ര ശ്രമിച്ചു, വല്ലതും നടന്നോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ പ്രാവശ്യം നീ കണ്ടോ? ഈ പ്രാവശ്യം നടക്കും. ഞാൻ അയാളെ കണ്ടിരുന്നു, മിടുക്കനാ, വല്ല ബുദ്ധിയും ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ബുദ്ധിപരമായ നീക്കത്തിലൂടെ ആയിരിക്കും അവരെ ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ നീ നായികനെ കുറ്റം പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെ സഹായിക്കാൻ അയാൾ മാത്രമേ ഉള്ളൂ. നമുക്കുണ്ടായിരുന്ന നമ്മുടെ പഴയ അവസ്ഥയൊക്കെ കളഞ്ഞു മുടിച്ചത് നീ തന്നെയാണല്ലോ. അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, അയാളുടെ ബുദ്ധി അപാരം തന്നെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ കാണാമെന്ന് വിനയനും പറയുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ മല്ലികാമയും ചിത്തിരയും പഴയ വീട്ടിലെ അവസാന ദിവസം ഇത് കിടക്കുക കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് എണീറ്റിട്ട് മല്ലികാമ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നമ്മുടെ അവസാന ദിവസമാണല്ലോ, ഞാൻ ആലോചിക്കുകയായിരുന്നു ചിത്തു, നിന്നെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ സമയം തൊട്ട് ഇപ്പോൾ ഉള്ള സമയം വരെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടു. മരണത്തിൽ നിന്ന് വരെ നമ്മൾ എത്ര തലനാഴിഴക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഈ വീടിൻ്റെ ഐശ്വര്യം കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാളേറെ സന്തോഷവും നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ വീടല്ലേ നമ്മൾ വിട്ടു പോകുന്നതെന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മേ അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് സന്തോഷം തന്നെയായിരിക്കും, അതിലൊരു സംശയമില്ല. പുതിയ വീട്ടിൽ നമുക്ക് സമാധാനവും കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ പറഞ്ഞതുപോലെ പുതിയ വീട്ടിൽ നമുക്ക് സമാധാനവും സന്തോഷം കിട്ടുമായിരിക്കും എന്നിങ്ങനെ വിചാരിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ ചിത്ര പറയുന്നുണ്ട്, അച്ഛമ്മേ നാളെ ന്യൂ ഇയർ അല്ലേ, വിഷ് ചെയ്യുന്നില്ലേന്ന് ചോദിക്കുന്നു. അങ്ങനെ മല്ലികാമ പറയട്ടോ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. ചിത്തിരയും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മയുടെ ന്യൂ ഇയർ പ്ലഡ്ജ് എന്താണെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്ന ചിത്തിര. എൻ്റെ ന്യൂ ഇയർ പ്ലഡ്ജോ, എല്ലാ ദിവസവും നിന്നെ തല്ലു എന്നുള്ളതാണ് എൻ്റെ ന്യൂ ഇയർ പ്ലഡ്ജ് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നെ തല്ലുവാനോ, വടി കൊണ്ടാണോ തല്ലുന്നത്, ഒലക്ക കൊണ്ടാണോ തല്ലുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്ന ചിത്തിര. അപ്പോൾ ഉടനെ മല്ലികാമ പറയുന്നുണ്ട്, തല്ലാൻ പോകുന്നത് ഒലക്ക കൊണ്ട് തന്നെ ആടി എന്നിങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ തിരികെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ന്യൂ ഇയർ പ്ലഡ്ജ് എന്താണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ അച്ഛമ്മയെന്ന് വിളിച്ച് അച്ഛമ്മയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഏത് സമയത്തും, അതാണ് എൻ്റെ ന്യൂ ഇയർ പ്ലഡ്ജ് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ചിത്തിര. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മല്ലികാമ്മ മനസ്സിലായി, കിടന്നുറങ്ങാൻ നോക്ക്, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക കേട്ടോ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് വലതുകാല് വെച്ച് വിളക്ക് കൊളുത്തി കയറുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സന്തോഷവും സമാധാനവും ഒരു ജീവിതമായിരിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പുതിയ വർഷമല്ലേ, പുതിയ ഒരു തുടക്കം തന്നെ ആയിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നീട് വീടും പരിസരമൊക്കെ നോക്കുന്നുണ്ട്, കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ആ ക്യാപ്റ്റൻ്റെ കൂടെ പോയതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വീട് കിട്ടിയല്ലോ എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത് മല്ലികാമയും ചിത്തിരയും കൂടെ. അപ്പോഴേക്കും തന്നെ ആ കൊലയാളി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആണെന്നും പറഞ്ഞിട്ടാണ് അയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മല്ലികാമയ്ക്ക് ചിത്തിരയ്ക്കും അയാളെ കാണുമ്പോൾ ഒന്ന് ഞെട്ടലുണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു പരിചയമില്ലാത്ത ആളെന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു. അയാൾ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നു എന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആണെന്നും നിങ്ങൾ വന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണെന്നും അയാൾ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാം പറയുന്നുണ്ട്, വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിൽ നിന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ എന്തായാലും നല്ല തുടക്കം തന്നെ, ന്യൂ ഇയർ ആയിട്ട് ഇവിടേക്ക് വന്ന പുതിയ താമസക്കാരല്ലേ, നിങ്ങളെ എനിക്ക് നേരത്തെ അറിയാമെന്ന് പറയാം. അപ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വളരെ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തിയ ആൾക്കാരല്ലേ, എന്തായാലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി, ഇനി ഇവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒരാളായല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ മല്ലികാൻ പറയുന്നു, ഞങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇടപെടണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നീട് ആ ഒരു കേക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്ന അയാൾ മല്ലികാമ്മയുടെ കയ്യിലേക്ക്. അതിലേക്ക് വിഷം ചേർത്തിട്ടുണ്ട് കേട്ടോ, അതിലൊരു സംശയവുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ
പുതുതായിട്ട് വന്നതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതായിരുന്നു. ന്യൂ ഇയറിന് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ വീടുകളിലും കേക്ക് കൊടുക്കാറുണ്ട്. അത് റെസിഡൻസ് അസോസിയേഷൻ്റെ പതിവാണെന്നും പറയും. നല്ല കേക്കാണ് വാങ്ങിക്കോളൂ എന്ന് പറയും. മല്ലികാമ്മ ആ കേക്ക് വാങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. തന്നെ കൊല്ലാൻ വന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേക്ക് വാങ്ങി വെക്കുന്നു. വളരെ സന്തോഷമെന്ന് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ സദ്യ കഴിക്കാമെന്നും പറയുന്നു. പിന്നെന്താ, ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ആ കൊലയാളി. പിന്നീട് അയാൾ അവിടെ നിന്ന് നടന്ന് നീങ്ങുന്നുണ്ട്. മല്ലികാമ്മ ആ കേക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിത്തു, ഇങ്ങനെ ഓരോരുത്തരും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിലെ പ്രൈവസി നഷ്ടപ്പെടുമല്ലോ എന്ന് മല്ലികാമ്മ പറയുന്നു. അതിനെന്താ അച്ഛമ്മേ, അവരൊക്കെ വന്നിട്ട് പോട്ടെ, നമുക്കൊരു കൈ അകലത്തിൽ എല്ലാവരെയും നിർത്താം, അത് മതിയല്ലോ എന്ന് പറയുന്നു. അത് നീ പറഞ്ഞത് ശരിയാ, എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു കേക്ക് കിട്ടിയല്ലോ എന്നിങ്ങനെ മല്ലികാമ്മ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും കേക്ക് എല്ലാവരും കൂടെ വന്നിട്ട് കട്ട് ചെയ്യാം, ന്യൂ ഇയറിനെ എല്ലാവരും കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് നല്ല തുടക്കമാണ് എന്നിങ്ങനെ പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ അകത്ത് കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു മല്ലികാമ്മ ആ വിഷം കലർത്തിയ കേക്ക് അകത്ത് കൊണ്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കട്ട് ചെയ്ത് അവരെല്ലാവരും കൂടെ കഴിക്കാനാണ്. ഇനി കൂട്ട മരണം നടക്കുമോ അതോ ഈ കേക്കുമായിട്ട് ഇനി മല്ലികാമ്മ ഇതിലെ ചതി തിരിച്ചറിഞ്ഞത് പ്രതിഭയെ കൊണ്ട് തന്നെ തീറ്റിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇവിടെ രാഗിണിയാണെങ്കിൽ ഒരുങ്ങാതെ നിൽക്കുകയാണ്. മഹേഷ് ഒരുങ്ങി ഇറങ്ങാം കേട്ടോ ചെയ്യുന്നത്. നീ ഇതുവരെ റെഡി ആയില്ലെന്ന് ചോദിക്കുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേന്ന് രാഗിണി പറയാട്ടോ ചെയ്യുന്നത്. അതെങ്ങനെ ശരിയാവും, അവരിവിടെ വന്ന് നിന്നെ വിളിച്ചതല്ലേ, എല്ലാവരും കൂടിയല്ലേ വന്നത്, നീ വരാതിരുന്ന മോശമല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാഗിണി പറയുന്നു, എനിക്ക് വരാൻ താല്പര്യമില്ല, നിങ്ങളുടെ ചേച്ചിയുടെ അടുക്ക് നിങ്ങൾ തന്നെ പോയാൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ എന്ന് രാഗിണി പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറഞ്ഞു, അങ്ങനെ പറയരുത്, നീ വാ, അല്ലെങ്കിൽ നമ്മളെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിച്ചോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവരുടെ കൂടെ നിങ്ങൾ നടക്കുന്നത് നല്ലതിനല്ല, അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ, അതെനിക്ക് നല്ലതുപോലെ അറിയാമെന്നും പറയാട്ടോ ചെയ്യുന്ന രാഗിണി. അപ്പോൾ ഹരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നത്, അമ്മ ഇങ്ങനെ പറയാതെ, അമ്മ വാ, അവർ വന്ന് വിളിച്ചതല്ലേ, ചിത്തിരയ്ക്കും ചിത്തിരയുടെ അച്ഛമ്മയ്ക്കും നമ്മളൊക്കെ അല്ലാതെ വേറെ ആരാ ഉള്ളത്, ഇങ്ങനൊരു അവസരമുണ്ടായിട്ട് നമ്മൾ പോകാതിരിക്കുന്നത് ശരിയാണോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരമല്ലേ, അതെന്തിനാ അമ്മ ഇല്ലാതാക്കുന്നത്, അമ്മ വന്ന് റെഡിയാവും, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. ഇത് ആദ്യത്തെയും അവസാനത്തെയും പോക്കായിരിക്കുമെന്നും ഇനി ഒരിക്കലും അമ്മയെ നിർബന്ധിക്കത്തില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത് ഹരിയും മഹേഷും കൂടെ. അപ്പോൾ ഉടനെ തന്നെ രാഗിണി പറയുന്നുണ്ട്, എടാ നീയൊന്നും പാഠം പഠിച്ചിട്ടില്ല, നീ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ കൂടിയില്ലേ, ആ പ്രതിഭ ഇപ്പം മിണ്ടാതിരിക്കുന്നെങ്കിലും അവരിനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, അവരുടെ കൂടെ കൂടുന്നത് അത്ര നല്ലതിനല്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ കൊണ്ടാലേ പഠിക്കത്തുള്ളൂ എന്നും രാഗിണി പറയുന്നു. അമ്മ അതങ്ങനെയൊന്നും ഇല്ല, അമ്മയൊന്നും വാ, നമുക്ക് എന്തായാലും പോയിട്ട് വരാം, ഞാൻ അവസാനമായിട്ട് വിളിക്കുകയല്ലേ, ഇത്രയും പറയുകയല്ലേ ചെയ്യുന്നത്, അമ്മ പിന്നെ വരാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, എനിക്ക് വേണ്ടി അമ്മയൊന്ന് വാ എന്ന് പറയും. അപ്പം മഹേഷും പറയാട്ടോ ചെയ്യുന്നത്, ഹരി പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യത്തെയും അവസാനത്തെയും പോക്കായിട്ട് നീ കരുതിയാൽ മതി, നീ ഒന്ന് റെഡിയായിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ രാഗിണി സമ്മതിക്കാട്ടോ ചെയ്യുന്നത്, വരാമെന്ന്, ഞാൻ എന്തായാലും ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്നും പറഞ്ഞ് രാഗിണി അകത്തേക്ക് പോകുന്നു. പിന്നീട് സുജ ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകട്ടോ ചെയ്യുന്നത്. സുജയെ കാണുമ്പോൾ ചിത്ര ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ, മോളെയെന്നും പറഞ്ഞുകൊണ്ട് സുജയും ചെല്ലുകട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ദേ അച്ഛമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പം മല്ലികാമ്മ ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, ഷാജി എത്തിയില്ലേന്ന് ചോദിക്കുന്നു. പുതിയ ജോലിക്ക് കയറിയിട്ട് അധികം ആയിട്ടില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. പുതിയ സീരിയലിൽ ജോയിൻ ചെയ്തല്ലോ, അതുകൊണ്ടാണ് പുതിയ ജോലി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ലീവ് കിട്ടിയില്ല, അവരവിടെ നിന്ന് വിട്ട് കാണത്തില്ലായിരിക്കും പാവം ഷാജി, അതുകൊണ്ട് ഷാജിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയും. നിങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ, ഞാൻ അതിലൊന്നും പറയുന്നില്ല, പാവം വന്നില്ലെങ്കിലും അവൻ്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഷാജിയേട്ടൻ പ്രത്യേകം പറഞ്ഞു മല്ലികാമ്മയോട് ഒന്നും തോന്നരുതെന്ന് പറയണമെന്ന്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട് കേട്ടോ, അച്ഛമ്മേ ഇതേ ആൻറ്റി ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ ചോദിക്കുന്നത്, എന്തിനാ ഗിഫ്റ്റ്? ഇപ്പം നീ പറഞ്ഞത് ശരിയായി, ഇപ്പം സുജ ഗസ്റ്റ് തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ സുജ പറയുന്നുണ്ട്, മാമൂലുകളൊന്നും തെറ്റിക്കേണ്ട, നല്ലൊരു ചടങ്ങല്ലേ നടക്കുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നില്ലേ ആൻറ്റി, കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ വേറൊരു ചടങ്ങും കൂടെ ആഘോഷിക്കായിരുന്നു, അപ്പോൾ അതെന്താണെന്ന് ചോദിക്കണം, അച്ഛമ്മയുടെ ഷഷ്ടി പൂർത്തി. അപ്പോൾ ഉടനെ മല്ലികാമ്മ കൈകൂപ്പി പറയാട്ടോ ചെയ്യുന്നത്, അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കരുതേ, ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ, വൈകുന്നേരം കിടന്നത് പട്ടിക്കൂട്ടിലെന്ന് പറയാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. അപ്പോൾ സുജു, പട്ടിക്കൂട്ടിലോ? പട്ടിക്കൂട്ടിൽ ആ ക്യാപ്റ്റൻ്റെ ലീലാവിലാസങ്ങളായിരുന്നു, എന്താണെങ്കിലും എല്ലാം ഞാൻ മറന്നു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ സുജയ്ക്ക് വിഷമാവുന്നു കേട്ടോ, പട്ടിക്കൂട്ടിലൊക്കെ അവർ കിടത്തിയെന്ന്. എന്തൊക്കെയാണെങ്കിലും അവർ അത്രയൊക്കെ ദ്രോഹങ്ങൾ ഞങ്ങളോട് ചെയ്തെങ്കിലും അവസാനം ചിത്തുവിനെ എനിക്ക് തന്നു, അത്രയ്ക്ക് വലിയ മനസ്സ് കാണിച്ചു, അതുകൊണ്ട് ഞാൻ എല്ലാ ദേഷ്യവും അവരോടുള്ളത് അപ്പോൾ തന്നെ മറന്നു എന്ന് പറയും. എനിക്ക് എൻ്റെ ചിത്തുവിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇവൾ കയ്യും വീശിയാണ് ക്യാപ്റ്റൻ്റെ അടുക്കിലേക്ക് പോയത്, പക്ഷേ തിരിച്ചു വന്നത് ഒരു വീടുമായിട്ടാണ്. എന്തായാലും എൻ്റെ മോള് കുപ്പയിലെ മാണിക്യമെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര പറയുന്നത്, ആൻറ്റി ഇങ്ങനെ ഇവിടെ നിർത്തിയാലോ, അച്ഛൻ പോയി ചായ ഇട്ടേന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചായയൊക്കെ ഞാൻ ഫ്ലാസ്കിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ.
ഓഹോ അതൊക്കെ എപ്പം അതാണ് ഈ മല്ലികമ്മയുടെ തലയിൽ മൊത്തം ഉണ്ടല്ലോ ബുദ്ധി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എത്രത്തോളം ബുദ്ധി ഉണ്ടെന്ന് നീ കണ്ടറിയാൻ കേട്ടോ. കേക്കിലെ വിഷത്തിനെ പറ്റി ഇവർ കണ്ടെത്തുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നീട് ചായ എടുക്കുന്നതിന് വേണ്ടി മല്ലികമ്മ അകത്തേക്ക് പോകുന്നു. ഇവിടെയാണെങ്കിൽ നാട്യകല അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. ഓരോരോ മുദ്രകൾ കാണിക്കുന്നു, ഇരുന്നു കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും കണ്ടുകൊണ്ട് നിരഞ്ജന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അച്ചമ്മ ഇവിടെ ഡാൻസും കളിച്ചുകൊണ്ടിരുന്നു, ഇത് ന്യൂ ഇയർ അല്ലേ, അപ്പോൾ അതിന് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. നമുക്ക് ആഘോഷിക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ഗോവയിലായിരുന്നില്ലേ അച്ഛമ്മേ? ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ഒരിടത്തും പോയില്ലല്ലോ എന്നൊക്കെ പരാതി പറയാട്ടോ ചെയ്യുന്നത്. അവിടെ ഞാൻ പോയി സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് അച്ഛമ്മ ഓർക്കുന്നില്ലെന്ന് ചോദിക്കുന്നു. പിന്നെ ഓർമ്മയുണ്ട്, ആ സ്കൂബ ഡൈവിംഗ് പോലെയായിരുന്നു കഴിഞ്ഞ വർഷം എനിക്കെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും വിനയനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ കോലാഹലങ്ങളാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത്, എനിക്ക് കഴിഞ്ഞ വർഷത്തെ പറ്റി ഓർക്കാൻ കൂടെ വയ്യ. മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്നു, അതിനുശേഷം അതിൽ നിന്ന് പുറത്തായി, ഇവൻ ജയിലിലായി, ഇവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. അയ്യോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ സോന അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷം മര്യാദയ്ക്ക് കൊണ്ടുപോകാമായിരുന്നു, അനാവശ്യമായിട്ട് ആ മല്ലികാമ്മയും ചിത്തിരയും വകവരുത്താനായിട്ട് പോയത് കൊണ്ടാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. അതിനും വേണ്ട ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നതെന്ന് വിനയം ചോദിക്കും. നിങ്ങളൊന്നും ചെയ്തില്ലേ, നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി, അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ട് ഇവിടെ ചൊറിയും കുത്തി ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതെന്നും സോന പറയുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ നീ ഞങ്ങളെ അങ്ങോട്ട് കൊച്ചാക്കൊന്നും വേണ്ട, ഞങ്ങൾ ഒരുപാട് ചോരച്ചാലുകൾ കടന്ന് വന്നിട്ടുള്ളവരാണ്, അതുകൊണ്ടേ ഞങ്ങൾക്കിതൊന്നും കണ്ട പേടിയൊന്നും ഇല്ലയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിലും ആ മല്ലികയെ ദ്രോഹിക്കാൻ വേണ്ടി വീണ്ടും ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കഴുമരമായിരിക്കും കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. അയ്യോ ഞങ്ങൾക്ക് കഴുമരമോ അതുപോലെ തന്നെ കൊലപാതകമോ ഒന്നും ഒരു പേടിയുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് നീ ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നിരഞ്ജൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ ചോരച്ചാലുകൾ എന്ന് പറഞ്ഞാൽ എന്താ അച്ഛമ്മയെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അയ്യോ ചോര കണ്ടാൽ എനിക്ക് അപ്പം തല കറങ്ങുമോളെ, ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞെന്ന് പറയാം. അപ്പോൾ ഉടനെ വിനയം പറയട്ടോ ചെയ്യുന്നത്, എനിക്കും ചോര കണ്ട അപ്പം തല കറങ്ങും എന്നിങ്ങനെ പറയാട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും തല കറക്കം മാത്രമല്ല, തല അപ്പാടെ നഷ്ടപ്പെടുമെന്ന് സോന ആക്കിക്കൊണ്ട് പറയാട്ടോ ചെയ്യുന്നത്. എടി നീ കുത്തുമൊനയും വെച്ച് ഓരോന്നും പറയണ്ട, ഇപ്രാവശ്യം ഞങ്ങൾ വിജയിക്കും, ഈ വർഷം ഞങ്ങളുടെ വർഷം തന്നെ ആയിരിക്കുമെന്ന് പ്രതിഭയും വിനയനും തറപ്പിച്ചങ്ങ് പറയാട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ട പണികളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇനി ഇതിലേക്ക് വെറുതെ കയറി ഇടപെടണ്ടെന്ന് പറയുന്നു. ഇനി പോയ കസേര ഞാൻ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും, ആ കസേര എനിക്ക് തിരിച്ചു കിട്ടിയിട്ട് വേണം സമാധാനമായിട്ട് ഇരിക്കാനെന്നും പറയുന്നു. ഉവ്വ് നിങ്ങൾക്കിനി ഒരിക്കലും ആ കസേര തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ലെന്നും അത് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കേണ്ട എന്നും മുഖ്യമന്ത്രി കസേര നിങ്ങൾ ഇനി സ്വപ്നം പോലും കാണണ്ടെന്ന് സോന തറപ്പിച്ച് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ നിരഞ്ജന ചോദിക്കുന്നു, ഏത് കസേര അച്ഛമ്മേത് ഇവിടെ ഇരുന്നൂടെയും ചോദിക്കുന്നു. അപ്പോൾ ഉടനെ പ്രതിഭ, മോളെ ഈ കസേരയുടെ കാര്യമില്ല, മുഖ്യമന്ത്രി കസേരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും മല്ലികാമ്മയും ചിത്തിരയ്ക്ക് ഒരു അപകടവും സംഭവിക്കാനായിട്ടൊന്നും പോകുന്നൊന്നുമില്ല. എന്തായാലും വേറെ ആർക്കെങ്കിലും, സുജ വന്നിട്ടുണ്ട്, രാഗിണി വരുന്നുണ്ട്, ഹരിയുണ്ട്, മഹേഷുണ്ട്, ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും കേട്ടോ. അതോടുകൂടി കള്ളം പൊളിയുകയും ചെയ്യും. കൊലയാളിയും ആ കേക്കും എല്ലാം ഉൾപ്പെടെ പ്രതിഭയുടെ മുമ്പിലേക്ക് മല്ലികാമ്മ വരികയും പ്രതിഭയെ കൊണ്ട് തന്നെ തീറ്റിക്കുന്ന രംഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ.